നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഓശാന ഞായർ. അന്ത്യാത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ഓശാന ആചരിക്കുന്നത്. കയ്യിൽ ഒലീവിലകളുമായി ദാവീദിൻ പുത്രന് ഓശാന എന്ന് ഘോഷിച്ച് ജനങ്ങൾ കഴുതപ്പുറത്തേറി വന്ന ദൈവപുത്രനെ നഗരത്തിലേക്ക് ആനയിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ ദിവ്യബലി ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും പ്രദക്ഷിണവും കുരുത്തോല വിതരണവും നടന്നു. ഓശാന ആചരണത്തോടെ 50 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന നോമ്പിന്റെ ഏറ്റവും തീക്ഷ്ണമായ ചടങ്ങുകളിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ പ്രവേശിച്ചു. കഷ്ടാനുഭവ ആഴ്ച, വലിയ ആഴ്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ദിവസങ്ങളിൽ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും പുത്തൻ പാന പാരായണവും നടക്കും. കുരിശുമരണത്തിനപ്പുറമുള്ള ക്രിസ്തുദേവന്റെ ഉത്ഥാനത്തിലേക്ക് ഓശാന ആചരണത്തിലൂടെ വിശ്വാസി സമൂഹം പ്രവേശിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. തിരൂർ ബിയാൻകോ കാസ്റ്റലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം VKC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റസാഖ് ഉദ്ഘാടനം ചെയ്തു. 300ഓളം പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ വൈകിട്ട് 14 ജില്ലകളിലെയും കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം പ്രത്യേക ബാനറിന് കീഴിൽ അണിനിരുന്ന വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, പുതുപുത്തൻ പ്രചരണ സങ്കേതങ്ങൾ തുടങ്ങിയവ അണിനിരത്തിയ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം നിർമ്മാണം നടക്കുന്ന സൈറ്റിലെ ഇലക്ട്രിക്കൽ സ്റ്റോർ റൂമിൽ അതിക്രമിച്ചു കയറി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇലക്ട്രിക്കൽ വയറുകൾ മോഷ്ടിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്ന സൈറ്റിലാണ് കവർച്ച നടന്നത്. ഏകദേശം 2,10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നാണ് വിലയിരുത്തൽ. സ്റ്റോർ റൂമിന്റെ വാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകടന്ന മോഷ്ടാക്കൾ വിലപിടിപ്പുള്ള വയറുകളുമായി കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ സൈറ്റ് സൂപ്പർവൈസറായ കണ്ണൂർ കടമ്പൂർ സ്വദേശി സച്ചിൻ ലാൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സബ് ഇൻസ്പെക്ടർ വാസുദേവൻ ഓട്ടുപാറയ്ക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പരസ്യപ്രചാരണത്തിന് ഇനി 12 നാൾ. തിരഞ്ഞെടുപ്പ് വിശേഷം. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കുതന്ത്രം പരാജയപ്പെടുത്താൻ ഇടതുഭരണ തുടർച്ചയ്ക്കെതിരെ കേരളം വിധിയെഴുതണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്. പാർട്ടി കുന്നംകുളം മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ നിലനിർത്തി തങ്ങൾക്കനുകൂലമായി സാമൂഹികാന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള സംഘപരിവാർ പദ്ധതി പരാജയപ്പെടുത്തണം. സംഘപരിവാർ നടത്തിയ നുണപ്രചരണങ്ങളെ തടയാതെ മൗനം പാലിക്കുകയും വിദ്വേഷ പ്രചാരകരെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി CM ഷെരീഫ്, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് എന്നിവർ സംസാരിച്ചു. ഇടത് ദുർഭരണത്തെ പിഴുതെറിയാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും UDFനെ പിന്തുണയ്ക്കണമെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പറഞ്ഞു. കോൺഗ്രസ് നേതാവും കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ, മുസ്ലിം ലീഗ് നേതാക്കളായ കരീം പന്നിത്തടം, ഉസ്മാൻ കല്ലാട്ടയിൽ, സത്താർ ആദൂർ എന്നിവർ പങ്കെടുത്തു. കൺവെൻഷനിലെത്തിയ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹനെ മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ, വിമൺ ജസ്റ്റിസ് ഫ്രട്ടേണിറ്റി, ടീം വെൽഫെയർ, FITU, പ്രവാസി വെൽഫെയർ ഫോറം, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ തുടങ്ങിയ പോഷക സംഘടനാ ഭാരവാഹികൾ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തി. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവം തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കും. തിങ്കളാഴ്ച ആർപ്പും ആരവവുമായി വേലമഹോത്സവവും, ചൊവ്വാഴ്ച കരിയഴകിന്റെ മസ്തകത്തിൽ തിടമ്പേറ്റി താളമേള വാദ്യവിസ്മയം തീർക്കുന്ന പൂരമഹോത്സവവും ആഘോഷിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക 50ഓളം ഗജവീരന്മാർ. മാർച്ച് 25-ന് കൊടിയേറിയതു മുതൽ ദിവസവും രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകളും വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ, ശീവേലി, കലാപരിപാടികൾ എന്നിവയും നടന്നുവരുന്നു.
തിങ്കളാഴ്ച വേല ദിവസം തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകൾ വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ ക്ഷേത്ര മൈതാനിയിൽ ആടിത്തിമിർക്കും. തുടർന്ന് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളംപാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പൂരദിവസമായ മാർച്ച് 31 രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണി മുതൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 2:30 ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത മേള കലാകാരന്മാരായ കോട്ടയ്ക്കൽ രവി, നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേരും. 6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ടിമേളത്തിന് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും. തട്ടകത്തെ 18 ദേശങ്ങളിൽ നിന്നായി 46ഓളം തലയെടുപ്പുള്ള ഗജരാജന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക. വാദ്യമേള വിസ്മയം തീർക്കുന്ന പഞ്ചാരിമേളത്തിനൊപ്പം ക്ഷേത്രമൈതാനിയിൽ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ കൂടി അണിനിരക്കുന്നതോടെ നയനാനന്ദകരമായ കാഴ്ച ഉത്സവപ്രേമികൾക്ക് ആസ്വദിക്കാനുള്ള സുവർണാവസരമാണ് പറപ്പൂക്കാവിൽ ഒരുങ്ങുക. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, പഞ്ചമദ്ദളകേളി, കാവടി വരവ് എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ശാന്തി, എയ്യാൽ രാജു എന്നിവർ കാർമ്മികരാകും. പൂരാഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PG അജയൻ, UB ജയൻ, KG ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും. ചാലിശ്ശേരി അടിമന പാടശേഖരത്ത് 10,000-ഓളം താറാവുകളുടെ കൂട്ടമെത്തി. വെള്ളയും തവിട്ടും നിറങ്ങളിൽ ഏകദേശം 67 ദിവസം പ്രായമുള്ള താറാവുകൾ വേനലിന്റെ കാഠിന്യത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ കൂട്ടത്തോടെ കവുക്കോട് പാലം തോട്ടിലെ വെള്ളത്തിൽ നീരാടുന്ന കാഴ്ച കൗതുകമാവുകയാണ്. കിലോമീറ്ററുകളോളം നീളുന്ന കൂട്ടയാത്രയും ഒരേ താളത്തിൽ നീന്തി കളിക്കുന്നതും വഴിയാത്രക്കാർക്കും കൗതുകമാണ്. പാലക്കാട് കണ്ണാടി പന്നിക്കോട് സ്വദേശിയായ സുദേവനാണ് കഴിഞ്ഞ 25 വർഷമായി താറാവുകളുമായി ചാലിശ്ശേരിയിലെത്തിയത്. തിരുവല്ല സ്വദേശി ജോണിയുടേതാണ് താറാവുകൾ. കൊയ്ത്തിന് ശേഷം വയലുകളിൽ ലഭിക്കുന്ന പ്രകൃതിദത്ത തീറ്റയാണ് ഇവയുടെ പ്രധാന ആശ്രയം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലും തോടുകളും ജലസ്രോതസ്സുകളും ജീവജാലങ്ങൾക്ക് അഭയകേന്ദ്രങ്ങളായി തുടരുകയാണ്. 5 മാസം പ്രായം വരെയുള്ള കാലയളവിൽ കേരളത്തിനകത്തും പുറത്തുമായി പാടശേഖരങ്ങൾ തേടിയുള്ള താറാവുകളുടെ യാത്ര തുടരുകയാണ്. അതേസമയം കൂട്ടം തെറ്റിയും രോഗവും മൃഗങ്ങളുടെ ആക്രമണവും മറ്റുമായി താറാവുകളുടെ എണ്ണം കുറയുന്നുണ്ടെന്ന് സുദേവൻ പറഞ്ഞു. അന്ത്യത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കി ഓശാന ആചരണം ഭക്തിനിർഭരം. ദേവാലയങ്ങളിൽ ദിവ്യബലി ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും പ്രദക്ഷിണവും കുരുത്തോല വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നുംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും ഓശാനയുടെ പ്രത്യേക ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ സജയ് ജോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർത്താവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ കുരുത്തോലകളേന്തി പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയ്ക്കു ശേഷം കുരുത്തോലകൾ ആശീർവദിച്ച് വിതരണം ചെയ്തു. തുടർന്ന് പള്ളിക്കു ചുറ്റും ഭക്തിപൂർവ്വം നടന്ന ഓശാന പ്രദക്ഷിണത്തിൽ ശുശ്രൂഷകരും വിശ്വാസികളും അണിനിരന്നു. ചടങ്ങുകൾക്ക് ശേഷം പരമ്പരാഗതമായ കഞ്ഞിനേർച്ചയും കടുമാങ്ങ വിതരണവും നടന്നു. ദിവംഗതനായ മേക്കാട്ടുകുളം ദാവീദ് കത്തനാരുടെ ഓർമ്മയ്ക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഇടവക ഭരണസമിതിയും വിശ്വാസികളും പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓശാന ആഘോഷിച്ചു. വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ഓശാന ഞായർ കുർബാനയിൽ പങ്കെടുത്തു. പാളയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ഇടവകയിലെ വിവിധ ഭക്തസംഘടനകൾ, കുട്ടിക്കൂട്ടായ്മ തുടങ്ങിയവർ ചേർന്ന് യഹൂദ വസ്ത്രം ധരിച്ചുകൊണ്ട് ഓശാന ഞായർ അനുസ്മരണം പുതുക്കി. തളിയക്കുളക്കരയിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. ട്രസ്റ്റിമാരായ ഫ്രാൻസി ചുവല്ലൂർ, സേവ്യർ വാഗയിൽ, സെക്രട്ടറി പിയൂസ് ചിറ്റിലപ്പള്ളി, ആന്റണി MJ, ഷാജു CJ, ലിറ്റി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി.
മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങൾ നടന്നു. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിലേന്തി പ്രദക്ഷിണമായി ഇടവക ദേവാലയത്തിലെത്തി. സെന്റ് തോം യൂത്ത് മിനിസ്ട്രിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓശാന ദൃശ്യാവിഷ്കാരം ആകർഷകമായി. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഓശാന ഞായറിലെ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, സി കെ ജോയ്, എം ജെ ജോഷി, സി ടി സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് മറ്റം ഫൊറോന സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ കാർമ്മികനായി. ട്രസ്റ്റിമാരായ ജെഡ്സൺ ടി തോമസ്, സി പി മെൽവിൻ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപായി ക്രിസ്തു കഴുതപ്പുറത്ത് കയറി രാജകീയമായി ജെറൂസലേമിലേക്ക് എഴുന്നള്ളിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആചരിച്ചത്. ഈന്തപ്പനയോലകളും ഒലിവ് മരച്ചില്ലകളും വഴിയിൽ വിരിച്ച ജനങ്ങൾ ഓശാന ഓശാന ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് പറഞ്ഞതിന്റെ പ്രതീകമായി ക്രിസ്തുമത വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിലേന്തി പ്രദക്ഷിണവുമായി ഓശാനയുടെ ഓർമ്മ പുതുക്കി. സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ കാർമ്മികരായി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പേരാമംഗലം, കൈക്കാരന്മാർ സിഒ ഡേവിസ്, ഒ പി കുര്യാക്കോസ്, ജോസഫ്, പി എ ജോജു എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പ്രത്യേകം നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. പ്രത്യേക ഓശാന തിരുകർമ്മങ്ങൾ എരുമപ്പെട്ടി സെന്റ് ജോസഫ് കപ്പേളയിൽ ആരംഭിച്ചു. തുടർന്ന് ഇടവക ജനങ്ങൾ പള്ളിയിലേക്ക് പ്രദക്ഷിണമായി കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ പാടിക്കൊണ്ടെത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ചു. സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ സന്ദേശം നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ നിശ്ചല ദൃശ്യവും ഒരുക്കിയിരുന്നു. കൈക്കാരന്മാരായ കെ എ രാജു, എം കെ ജോഷി, ജോയ് ആന്റണി, കെ എ ബേബി എന്നിവർ നേതൃത്വം നൽകി. മരത്തംകോട് മേരിമാതാ ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ ഭക്തിസാന്ദ്രമായി. രാവിലെ 7-ന് സെന്റ് ഫ്രാൻസിസ് സേവിയർ കുരിശുപള്ളിയിൽ ഫാദർ കനേഡിയൻ ഫ്രാൻസിസ് തണ്ടാശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കുരുത്തോല ആശീർവാദത്തിനും ശേഷം വിശ്വാസികൾ കുരുത്തോലകളേന്തി മേരിമാതാ ദേവാലയത്തിലേക്ക് ഘോഷയാത്ര നടത്തി. യേശുക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഘോഷയാത്ര പള്ളിയിലെത്തിയ ശേഷം വിശുദ്ധ കുർബാനയും വിശ്വാസികൾക്ക് ഓശാന സന്ദേശവും നൽകി. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായറും വരും ദിവസങ്ങളിൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, വലിയ ശനി എന്നീ ദിവസങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും ഏപ്രിൽ 5-നുള്ള ഉയർപ്പു തിരുനാളുടെ വലിയ നോമ്പിന് സമാപനമാകും. ഓശാന ഞായർ ചടങ്ങുകൾക്ക് പള്ളി കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കൽ, ജിജോ ചാഴൂർ, ജെയിംസ് വടക്കൻ, രഞ്ജി മണ്ടുമ്പാൽ, ജോസ് ചിറ്റിലപ്പള്ളി, സിജോ MJ, പ്രീത വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിൽ രാവിലെ 6:30-ന് മാർത്തോമാ ശ്ലീഹായുടെ തീർത്ഥകേന്ദ്രത്തിൽ കുരുത്തോല വെഞ്ചരിപ്പ് ശുശ്രൂഷയും കുരുത്തോല വിതരണവും നടന്നു. വിശ്വാസികൾ കുരുത്തോലകളേന്തി കുരിശു ചുറ്റി ഹോളി ക്രോസ് ദേവാലയത്തിലെത്തി. ക്രിസ്തുവിന്റെ ജെറുസലേം ദേവാലയ പ്രവേശത്തിന്റെ സ്മരണയുയർത്തി ഏവരും ദേവാലയത്തിൽ പ്രവേശിച്ചു. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി. ക്രിസ്തുദാസി സന്യസ്തരും ദേവാലയ ശുശ്രൂഷയായ ഷിജുവും സഹായിയായി ഉണ്ടായിരുന്നു. വൈകിട്ട് ആർത്താറ്റ് ഹോളി ക്രോസ് ഇടവകയിലെ എല്ലാ കുടുംബ യൂണിറ്റുകളിൽ നിന്നും ഭക്തിനിർഭരമായി ആരംഭിച്ച കുരിശിന്റെ വഴി 6:30-ന് ദേവാലയത്തിൽ സമാപിക്കും. കൈക്കാരന്മാരായ ഷാബു ചിറ്റിലപ്പള്ളി, തോമസ് ചുങ്കത്ത്, ചാർലി ചിരിയങ്കണ്ടത്ത്, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ തിരുകർമ്മങ്ങൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. മശിഹായുടെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. ഞായറാഴ്ച രാവിലെ പള്ളി പരിസരത്ത് നടന്ന കുരുത്തോല ആശീർവാദത്തോടെയാണ് തുടക്കമായത്. വിശ്വാസികൾ കൈയിലേന്തിയ കുരുത്തോലകൾ ആശീർവദിച്ച ശേഷം നടന്ന ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. കൈക്കാരന്മാരായ ജെയ്സൺ വടുക്കൂട്ട്, ജോസൻ KA, ജോസഫ് ലിയോ OT, ബാബു KJ എന്നിവർ നേതൃത്വം നൽകി. ദാവീദിൻ സുതനെ ഓശാന എന്ന കീർത്തനങ്ങൾ ആലപിച്ച് നടന്ന പ്രദക്ഷിണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. പ്രദക്ഷിണത്തിന് ശേഷം പള്ളിയിൽ നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ പീഡാനുഭവ ചരിത്രം വായിച്ച് നോമ്പുകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയായ വിശുദ്ധ വാരത്തിലേക്ക് സഭ പ്രവേശിക്കുന്നതിന്റെ ഗൗരവവും പ്രാധാന്യവും വികാരി തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു.
പാടൂർ പതിയാല ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം നടന്നു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്. കാരുമാത്ര ഗുരുശിവാശ്രമത്തിലെ സുനിൽ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ ഗണപതി ഹോമം, ദേവീദേവന്മാർക്കുള്ള പൂജകൾ, ഭുവനേശ്വരി പൂജ എന്നിവ നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ആചാര്യവരണം, ദീപാരാധന, പ്രസാദശുദ്ധി, പുണ്യാഹം, തുടർന്ന് അത്താഴപൂജയും ശനിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമവും ഉണ്ടായി. ഉഷപൂജ, കലശപൂജ, ഉപദേവന്മാർക്ക് പൂജകൾ, നാഗദേവതകൾക്ക് പാലും നൂറും സമർപ്പിക്കൽ, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, താലം വരവ്, ഉപദേവതകൾക്ക് പൂജ, ഗുരുതിക്കായി എഴുന്നള്ളിപ്പ്, മംഗളാരതി എന്നിവയ്ക്ക് ശേഷം നടയടച്ചു. ഏപ്രിൽ 3-ന് നട തുറക്കലും ഗണപതി ഹോമം, ദേവീദേവന്മാർക്ക് പൂജകളും നടക്കും. തുടർന്ന് കലം കരിക്കൽ ചടങ്ങുമുണ്ടാകും. അക്ഷരലോകത്തേക്ക് ആദ്യ ചുവടുവെച്ച കുരുന്നുകൾക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകി പഴവൂർ നജ്മുൽ ഹുദ മദ്രസ ആൻഡ് ഇലാഹിയ ജുമാ മസ്ജിദ് കമ്മിറ്റി. ഫത്ഹെ മുബാറക് എന്ന പരിപാടി പഴവൂർ മഹല്ല് പ്രസിഡന്റ് PY അബൂ സാലി അധ്യക്ഷനായ ചടങ്ങിൽ മഹല്ല് ഖത്തീബ് SMK തങ്ങൾ അൽ മുഖൈബിലി ആദ്യാക്ഷരം കുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് സെക്രട്ടറി PV സുലൈമാൻ, ഹംസ മുസ്ലിയാർ, ഹാമിദ്, റിള, ഷാമിൽ ഇർഫാനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി. ചരമം. വെള്ളാർക്കാട് കൊല്ലൻപടി പൂവാമ്പറമ്പിൽ പരേതനായ കുഞ്ഞുകുട്ടൻ ഭാര്യ കൗസല്യ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്ത, ദാസൻ, ബാലൻ, ഷീജ, ബിന്ദു എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി നളന്ദ ജംഗ്ഷനിൽ പുന്നവീട്ടിൽ ചന്ദ്രൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. സുകുമാരൻ, സുനിത, സുമില, സുധീന എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.